ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു നോമ്പുതുറൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഇന്നാൾ ഞാൻ കല്യാണ വീഡിയോ ഇട്ടിരുന്നില്ല, എൻ്റെ ചെറിയ ആങ്ങളൻ്റെ കല്യാണം. അപ്പോൾ അവനെ വൈഫിനെ ഒന്ന് വിളിച്ച് കഴിഞ്ഞിട്ട്, അപ്പോൾ കല്യാണം കഴിഞ്ഞ പാടന്നെ നോമ്പായിരുന്നു. അപ്പോൾ പിന്നെ സൽക്കാരം ഒന്നും വിളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും നോമ്പുതുറ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് അവർ രണ്ടാളും വിളിച്ചത്. പിന്നെ നമ്മൾ ഫാമിലി മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കന് കായം തേച്ചിട്ട് വെക്കുകയാണ് കേട്ടോ പൊരിക്കാനുള്ളത്. ഇതിപ്പോൾ ഞാനൊരു അടുക്കളയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു 12:30 ഒക്കെ ശേഷമാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ രാവിലെ തന്നെ അതിന് വേണ്ടി മെനക്കെട്ട് ഇരുന്നിട്ടൊന്നുമില്ല. എന്നാൽ തന്നെ നമ്മൾ 4 മണി ആകുമ്പോഴത്തേന് ഒരു 4 മണി ആകുമ്പോഴത്തേന് നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ചിക്കന് കായം തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കോൺഫ്ലവർ, പിന്നെ കുറച്ച് തൈര്, ഉപ്പ് ഒക്കെ കൂടി ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നുള്ളു കളറും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തിരുമ്മി പിടിപ്പിച്ചിട്ട് ഇതൊക്കെ ലാസ്റ്റ് പൊരിച്ചെടുത്താൽ മതിച്ചിട്ട് കായം പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. ആദ്യം തന്നെ ഇങ്ങനത്തെ പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കണ നേരത്ത് നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആവും, കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല, ഞാനിതൊക്കെ പൊരിക്കണ നേരത്താണ് കേട്ടോ ഞാൻ ആലോചിച്ചത് ഇട്ട് കൊടുക്കുകയായിരുന്നു എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരു പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ചിട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള നൈസായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ നേരത്തെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ഈ ഒരു ടൈമിൽ തന്നെയാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തുകൊണ്ട് ചതച്ച് വെച്ചത് കേട്ടോ. കുറച്ച് ബിരിയാണിക്കും വേണം, ഇങ്ങനത്തെ സാധനം മസാലകളിലേക്കൊക്കെ വേണം. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം തന്നെ എനിക്ക് അതിനോട് ഇഷ്ടമില്ല കേട്ടോ, എന്താണെന്നൊക്കെ അറിയില്ല. ഈ ചതച്ച് കുറേ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടല്ലോ, അതിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവാണ് കേട്ടോ. പിന്നെ അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് എരിവ് വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ തന്നെ അല്ല, നമ്മൾ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷമാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയല്ല, കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ടൈമിൽ വെളിച്ചെണ്ണ പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഒരു ടീസ്പൂണോളം മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണില്ല. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൽ നമുക്ക് ഒന്നുകിൽ വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് വേവിച്ച വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും, അത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഗ്രേവിയൊക്കെ നല്ലോണം വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബീഫിൻ്റെ ഗ്രേവിയിട്ട് വെള്ളമാണ്, ബീഫ് വേവിച്ചേത്ത് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഒരു ഗ്രേവി പരുവമായതിൻ്റെ ശേഷം ഈ ബീഫും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കട്ടോ. അപ്പോൾ ഞാൻ ബീഫ് ഇട്ടത് കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തൊരു കോള് വന്നപ്പോൾ ഞാൻ ഫോണിട്ട് പോയിട്ട് അപ്പോൾ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടിയോളം മല്ലിൻ്റെ ഇല പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ. നല്ല ടേസ്റ്റ് വേണം ഇങ്ങനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പൊറോട്ടയ്ക്കൊക്കെ സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞാൻ കുരുമുളക് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയായാൽ നമ്മളെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരുപാട് ലൂസും അല്ല, നല്ലിട്ട് തിക്കായിട്ടുമല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഈ അരിയാനുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തിട്ട് വെച്ചിരുന്നിട്ടാ, ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനത്തെ എല്ലാം ഇട്ടാ. അപ്പോൾ പിന്നെ നമുക്ക് പണിയെടുക്കാൻ വളരെ സിമ്പിളും ആവും, എളുപ്പവും ആവും കേട്ടോ. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ ഭാരം തോന്നില്ല, സിമ്പിളായിട്ട് എല്ലാ പണികളും എടുക്കുകയും ചെയ്യട്ടോ. പിന്നെ ഞാനിത് കുറച്ച് സമൂസ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഉള്ളി ഒരുപാട് ഇങ്ങോട്ട് വയറ്റി കുഴഞ്ഞ് പോണ മാതിരി ആക്കിയിട്ടില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിൻ്റെ പൗഡറൊക്കെ ഇട്ട് കൊടുക്കുക, ഒരു കളറ് ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ
ഇറച്ചി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരുന്നു. ഇത് ഫ്രിഡ്ജിൽ ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ, വേവിച്ച് കണ്ട് വെച്ചിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനതൊക്കെ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. പിന്നെ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ്. എന്നിട്ട് നല്ലോണം മസാല ചിക്കനിലൊക്കെ പിടിക്കണ മാതിരി നമ്മൾ ഇതാക്കിയെടുക്കണം കേട്ടോ. ഇതിൽ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം നമ്മളിത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇപ്പോൾ മസാലേൻ്റെ കളറും ചിക്കനിലൊക്കെ നല്ലോണം പിടിച്ചിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇറക്കാൻ നേരത്ത് മാത്രം മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം തന്നെ മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളിത് ഏത് സാധനമാണെങ്കിലും അത് ഇറക്കാൻ നേരത്ത് കുറച്ച് മല്ലിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായതിൻ്റെ ശേഷം ഇപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ സമൂസൻ്റെ ഓലയിൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതിയല്ലോ. പിന്നെ അതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. പിന്നെ ഇത് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ കാണിക്കുന്നത്, പൊറാട്ടയ്ക്കും പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ, നമ്മളെ ചെറിയ തക്കാളി എന്നല്ല, അങ്ങനത്തെ സൈസ് തക്കാളിയാണ്. അപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ കൂടി മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതാ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കറിക്കും ഗ്രേവിക്കും അനുസരിച്ചിട്ട് മല്ലിപ്പൊടിൻ്റെയും മുളകും പൊടിൻ്റെ ഒക്കെ അളവ് വ്യത്യാസപ്പെടുത്തിയാൽ മതി. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതായിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര്, ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുത്ത് കൊണ്ട് വരണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ പേസ്റ്റിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കറി. നമുക്ക് തേങ്ങ അരച്ചൊക്കെ വെച്ചൊരു കറിൻ്റെ ഈ തൈര് ഒഴിച്ച് കൊടുക്കണോണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ കറിക്ക് ഉണ്ടാവൽ. എന്നിട്ട് ഇതാ ഞാൻ ഒക്കെ നല്ലോണം അരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഒരു ഒറ്റ വിസിലുകൊണ്ട് തന്നെ സംഭവം റെഡി ആവും കേട്ടോ. പിന്നെ അപ്പോൾ ഇതിൻ്റെ മോളവിടെ പത്തിരിയൊക്കെ ചുടുന്നുണ്ട് കേട്ടോ. കുറച്ച് പത്തിരിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോന്ന് ചെയ്തിങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ പണികളൊക്കെ വളരെയധികം സിമ്പിളാണ് കേട്ടോ. ഒരുപാട് നേരമൊന്നും നമുക്ക് ആയിട്ടില്ല. പണികൾ എടുക്കാനൊന്നും ഒരു മടുപ്പുണ്ടാവില്ല കേട്ടോ. നമ്മൾ ഈ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ പരക്കണ പാത്രങ്ങളുണ്ടല്ലോ അത് അപ്പം തന്നെ കഴുകി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര മെനക്കെടയിക്കാറ് കേട്ടോ. ലാസ്റ്റ് എല്ലാ പാത്രം കൂടി കഴുകാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാര്യം നടക്കൂല. പിന്നെ നമുക്ക് ഒരു ചായ നോമ്പും അല്ലേ, ഒരു ചായ കുഴച്ചിലും ദേഷ്യമൊക്കെ ആവട്ടെ വരല് ഈ പാത്രം കഴുകാനുള്ളത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ എല്ലാതും നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ആ പാത്രങ്ങൾ ഇങ്ങനെ കഴുകി വെക്കൂട്ടോ. അപ്പോൾ നമുക്ക് വലിയൊരു പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിപ്പോൾ മിക്സിയിൽ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഗ്രേവി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന മാതിരി ആയി കിട്ടിയാൽ മതി. ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴത്തേന് തന്നെ സംഭവം എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതിൻ്റെ ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എന്താ പറയുക പാത്രം ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. മിക്സിൻ്റെ ജാറ് ചുഴറ്റിയിട്ടുള്ള വെള്ളം കൂടി ഇത്തിരി ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് ഈ മിക്സിൻ്റെ ജാർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര കറിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ ഈ ചിക്കനിൽ വെള്ളം ഊറി വരാനുള്ളതാണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മസാല ചിക്കനുമ്പോൾ നല്ലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ മിക്സിൻ്റെ ജാർക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു കളർ വന്നിരിക്കണത് കേട്ടോ. നമ്മൾ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് കളർ ആയിക്കാറ് നമുക്ക് കറിക്ക് വരില്ല. പിന്നെ എന്താ കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ്റെ വേവിനനുസരിച്ചിട്ട് ഒരു വിസിൽ വന്നിട്ട് ആ വിസിൽ താനേ ഒന്ന് തണുക്കുമ്പോഴത്തേന് നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതാ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അച്ചാറ് ബിരിയാണി വെക്കുന്നുണ്ട് കുറച്ചിട്ട്, അപ്പോൾ അതിലേക്കുള്ള അച്ചാറും റെഡി ആയിട്ടുണ്ട്.
നമ്മളിതാ വിസിലൊക്കെ പോയി കുക്കർ തുറന്നപ്പോഴത്തേന് പാകത്തിന് വേവിൽ ചിക്കൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഉടഞ്ഞൊന്നും പോയിട്ടില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഒരുപാട് പാത്രം എടുത്തിട്ട് മാറ്റി കൊടുക്കുന്നു വേണ്ട. നമ്മളെ കുക്കറിൻ്റെ ആവശ്യത്തിന് ഞാൻ അതേ കുക്കർ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. അതേ കുക്കർക്ക് തന്നെയാണ് ഞാൻ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണത് കേട്ടോ. വഴറ്റിയെടുക്കല്ല, ഒരു 4 വിസിൽ വന്നാൽ അത് താനെ വഴറ്റി കിട്ടിക്കോളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കണതൊന്നും കാണിക്കണില്ല. ഇതേ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കണതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് പൊരിച്ചക്കടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കോഴിയുടെയും കുറച്ച് സമൂസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കോഴിയുടെ ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ നോമ്പ് തുറക്കുള്ള വിഭവങ്ങൾ കേട്ടോ. കോഴിയുടെയും സമൂസയുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തരി കാച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കലക്കിയിട്ടുണ്ട്, ഷമാമ് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ കാരക്ക കേട്ടോ. ഇത്രയാണ് നമ്മൾ നോമ്പ് തുറക്കണ നേരത്തേക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് പൊറാട്ടയും കുറച്ച് പത്തിരി ഉണ്ട്, പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിയും ബീഫ് റോസ്റ്റും ചിക്കൻ പൊരിച്ചതും പിന്നെ അതാ ഒരു സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറും ഉണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മൾ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് വന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാത്തിരും.